നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ആഴ്ചകൾ നീണ്ട സംഘർഷത്തിനൊടുവിൽ ഇറാനും അമേരിക്കയും ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഈ ധാരണാപത്രം അനുസരിച്ച് ആക്രമണം അവസാനിപ്പിക്കുക, അതിനുശേഷം ചർച്ചകൾ ആരംഭിക്കുക എന്നുള്ളതാണ് ആ സമാധാന കരാർ. ചർച്ചകൾ പ്രധാനമായും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇറാൻ കൈവശം വച്ചിരിക്കുന്ന ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ടുമാണ് നടക്കുന്നത്. ഈ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായാൽ ശാശ്വതമായ സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യ പോകും എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. പക്ഷേ ചർച്ചകൾ വിജയിക്കുന്നതിന് നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കടമ്പയാണ് ഇസ്രയേലും ലെബനോനും തമ്മിലുള്ള പ്രശ്നങ്ങൾ. അതായത് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ, ലെബനോനിൽ സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിക്കുന്നത് തുടരുകയാണ്. ഇവിടെ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടും ഇസ്രയേൽ ആ ഒരു ആക്രമണം നടത്തുന്നില്ല. ഇസ്രയേൽ നിരന്തരമായി ലെബനോനിലെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പാടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് ലെബനോനുമായിട്ടുള്ള ആക്രമണം വരെ നിർത്തിവെക്കണം, അങ്ങനെയാണ് സമാധാന കരാർ എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പക്ഷേ തങ്ങൾ ഈ കരാറിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യമല്ല. ഒരു കാരണവശാലും ആ കരാറിൽ എന്താണ് പറയുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ രാജ്യ സുരക്ഷയെ കരുതി തീവ്രവാദ ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലെബനോനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ സൈനിക നടപടി നടത്തുന്നത്. അതൊരു കാരണവശാലും നിർത്തിവെക്കാൻ കഴിയില്ല. അമേരിക്കയ്ക്ക് അക്കാര്യം ഞങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഈ ഒരു ആക്രമണം നിർത്താത്തത് കൊണ്ട് തന്നെ ഇറാൻ കൂടുതൽ നടപടികളിലേക്ക് കടന്നിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതോടുകൂടി തന്നെ ഹോർമൂസ് കടലിടുക്കിലെ അന്തർദേശീയ ജലപാത തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഉടൻ തന്നെ ഇപ്പോൾ വീണ്ടും ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. IRGC ആണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇറാന്റെ സേനയാണ് IRGC. ഇറാന്റെ IRGC പറയുന്നതനുസരിച്ച് ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ ചില ധാരണാ പിശകുകൾ വന്നിട്ടുണ്ട്. ഇസ്രായേൽ തങ്ങളുടെ ഈ ഒരു ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ലെബനോനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ചകളിൽ നിന്ന് പിന്മാറുകയും ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുകയും ചെയ്യുന്നു എന്ന് IRGC പ്രഖ്യാപിച്ചിരുന്നതാണ്. കപ്പലുകളൊന്നും ഈ മേഖലയിലേക്ക് പ്രവേശിക്കരുത് എന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച്, അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന് ശേഷം 55 കൊമേഴ്സ്യൽ കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നത് എന്നാണ് അമേരിക്ക ഇപ്പോൾ കണക്കുകൾ സഹിതം പുറത്തുവിടുന്നത്. എന്ന് പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ അമേരിക്ക അതിന് തടയിടുന്നു. അതുവഴി കപ്പലുകൾ കടന്നു പോകുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അതായത് കപ്പലുകൾക്ക് അതുവഴി കടന്നു പോകാനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇറാൻ അവിടെ ഉപരോധം തുടരുന്നത്. അതായത് അവിടെ വൻതോതിൽ മൈനുകൾ പാകിക്കൊണ്ടാണ് കപ്പലുകളെ ഇവർ തടയുന്നത്. കപ്പലുകൾ സുരക്ഷിതമായി ചില രാജ്യങ്ങളുടേത് കടന്നു പോകുന്നുണ്ട്. അതിന് സുരക്ഷിതമായ പാത ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നുകൊണ്ട് അതുവഴി ആർക്ക് വേണമെങ്കിലും പോകാമെന്ന നിലപാട് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ ഇറാൻ പിന്നോട്ട് പോയിരിക്കുന്നത്. ഇറാൻ പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു, അതുവഴി കപ്പലുമായി വന്നാൽ കപ്പൽ ആക്രമിക്കപ്പെടും എന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. മാത്രമല്ല ഇപ്പോൾ അതിന് ഇറാൻ്റെ ഈ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് ഇറാന് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും 55 കപ്പലുകൾ ഇതിനോടകം തന്നെ ഈ പ്രഖ്യാപനത്തിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് കടന്നിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ അമേരിക്കൻ സേന തുടരുകയാണ്. ഏതാണ്ട് 12ഓളം പടക്കപ്പലുകൾ അമേരിക്കയ്ക്ക് അവിടെയുണ്ട്. 100 കണക്കിന് സൈനികർ അവിടെയുണ്ട്. 100 കണക്കിന് യുദ്ധവിമാനങ്ങളുണ്ട്. 10,000 സൈനികരാണ് അവിടെ തമ്പടിച്ചിട്ടുള്ളത്. ഈ സേനയെ ഉപയോഗിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിലൂടെ ശാശ്വതമായ ഒരു ഗതാഗതം അത് ഉറപ്പാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അത് അമേരിക്ക ചെയ്യുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് ഇനി അടയ്ക്കാൻ സാധ്യമല്ല എന്നും അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ അത് തുടരുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സ്വിറ്റ്സർലൻഡിലേക്ക് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇറാൻ്റെയും സംഘം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവിടെ സമാധാന ചർച്ചകൾക്ക് ശേഷം
ശേഷമുള്ള ചില പരിപാടികൾ അല്ലെങ്കിൽ സമാധാന കരാറിന് ശേഷമുള്ള ചില ചർച്ചകളായിരിക്കും അവിടെ നടക്കുക. ആണവായുധ നിർമ്മാണം, അതോടൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്കിലെ വിഷയങ്ങൾ, ഇതെല്ലാം ചർച്ചയാകുമെന്നാണ് സൂചന. അതിനിടയിൽ ചർച്ച ഒരുപക്ഷെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേൽ ഈ ചർച്ച അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്ന മുന്നറിയിപ്പ് നേരത്തെ അമേരിക്കൻ ഇന്റലിജൻസ് നൽകിയിരുന്നു. ആ ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ അവിടെ ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്ന വിവരം വരുന്നത്. പക്ഷേ ഹോർമൂസ് കടലിടുക്കിൽ വലിയ രീതിയിലുള്ള ഉപരോധം തീർക്കാൻ ഇതുവരെയും ഇറാന് സാധിച്ചിട്ടില്ല. മേഖല ഇപ്പോൾ അമേരിക്കൻ നിയന്ത്രണത്തിലാണ്. അതുവഴി കപ്പലുകൾ നിർബാധം കടന്നുപോവുകയും ചെയ്യുന്നു എന്ന് അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. Malayali Warta Plus, like, share and subscribe.